ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനും അച്ഛനും നൈതികുട്ടനും സായുജും പിന്നെ എൻ്റെ അനിയനും കൂടിയിട്ട് നമ്മൾ മോൾ ഓഫ് ഏഷ്യ കാണാൻ പോവാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് മോളാണ് എന്നാണ് പറയുന്നത്. ഒരു 3-4 മാസേ ആയിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമ്മൾ അപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കാണാൻ പോകണം എന്നുള്ളത്. പക്ഷെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടു, അതിനകത്ത് എല്ലാ ഷോപ്സൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ എല്ലാം ഒന്ന് ഓപ്പൺ ആവട്ടെ, അതിനുശേഷം നമുക്ക് ഇവിടത്തേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ക്രിസ്മസിന് അവർ അടിപൊളിയായിട്ട് ഈ ഒരു ഐറ്റം ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യസ് ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ എന്നാണ് അവർ പറയുന്നത്. 100 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതെന്തായാലും കാണണം എന്നുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാനും സായുജാണെങ്കിലും നൈതികുട്ടനാണെങ്കിലും ഈ ക്രിസ്മസ് ട്രീ, ലൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയി കാണാം എന്തായാലും എന്നുള്ളത്. പിന്നെ അച്ഛനും ഉണ്ട്, അനിയനും ലീവായിരുന്നു. അപ്പം നമ്മൾ മൺഡേ ആണ് ഇത് കാണാൻ വേണ്ടി പോകുന്നത്. സാറ്റർഡേ സൺഡേ പൊതുവെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ മൺഡേയിലേക്ക് മാറ്റി വെച്ചത്. അച്ഛന് കാലിന് വയ്യാത്തതുകൊണ്ട് ഒരുപാട് അങ്ങ് നടക്കാനൊന്നും പറ്റില്ല, പിന്നെ ഒരുപാട് തിരക്കുണ്ടാകുമ്പോൾ അച്ഛൻ അങ്ങനെ കാണാനൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ സാറ്റർഡേ സൺഡേ പോകാണ്ട് മൺഡേയിലേക്ക് അത് മാറ്റി വെച്ചത്. അപ്പോൾ ഈ ഒരു മോളിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് മാത്രമല്ല, എക്സ്റ്റീരിയർ ലുക്കും ഭയങ്കരമായിട്ട് അടിപൊളിയാണ്. നമ്മളിങ്ങനെ വണ്ടർ അടിച്ചു പോയി, കണ്ണ് തള്ളിപ്പോയി ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട്. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടാണ് അവർ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് മൊത്തം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് 400-ൽ കൂടുതൽ ഷോപ്സ് ഉണ്ട്, പക്ഷേ എല്ലാം ഓപ്പൺ ആയിട്ടില്ല. കമ്മിങ് സൂൺ എന്നുള്ള ബാനർ വെച്ചിട്ടാണ് ഒരുപാട് ഷോപ്സിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കണ്ടത്. ഇതിനകത്ത് ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ അവർ ലക്ഷറി ലെവൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ലക്ഷറി ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഷോപ്പും ഓപ്പൺ ആയിട്ടില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമുക്കങ്ങനെ പർച്ചേസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലും കയറിയിട്ടില്ല. ജസ്റ്റ് എല്ലാ ഫ്ലോറിലും കയറി ഒന്ന് റൗണ്ട് ചുറ്റിയിട്ട് വന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. കാരണം ഓരോ ഷോപ്പും ഒന്ന് കണ്ടു തീരാൻ തന്നെ അരമണിക്കൂർ എടുക്കുമെന്നാണ് തോന്നുന്നത്. കാരണം പാൻ്റലൂൺസിൻ്റെ ഒക്കെ ഷോപ്പ് ഞാൻ കണ്ടത് ഭയങ്കര വലുതാണ്. അപ്പോൾ അതൊന്ന് കാണാൻ തന്നെ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഷോപ്പിൻ്റെയും ഉള്ളിൽ കയറില്ല, പുറമേന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു നമ്മൾ തിരിച്ചു വന്നു. അത്രയാണ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ക്രിസ്മസ് ട്രീ ഇവർ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ക്രിസ്മസ് ട്രീൻ്റെ സൈഡിലായിട്ട് വാട്ടർ ഫൗണ്ടെയിനും ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എൻട്രി ഫീസ് ഒരാൾക്ക് അവർ 200 രൂപയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും പോയില്ല. അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛനെ ഒറ്റക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും അവിടെ ഇരുന്നു. ഞാൻ പുറത്ത് നിന്ന് ദൂരെ നിന്ന് കണ്ടു. ദൂരെ മീൻസ് കുറച്ച് അടുത്താണ്, പക്ഷേ എന്നാലും അടുത്ത് പോയി നമുക്ക് ആ വാട്ടർ ഫൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് പേ ചെയ്യണം. അതുകൊണ്ട് സായുജും അനിയനും നൈതികുട്ടനും കൂടെ പോയി അതൊക്കെ കണ്ടിട്ട് വന്നു. ഞാനും അച്ഛനും പുറത്തേക്കിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, ഗെയിംസ്, സൂപ്പർ മാർക്കറ്റ്സ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മൾ ഇനി ഒരു തവണ കൂടെ വരും, അപ്പോൾ നമുക്ക് അതൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരുടെ ലൈറ്റ്സ്, ഓരോ സ്പോട്ടിലും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ എൻട്രൻസിൽ വരുന്ന വ്യൂ. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണാൻ പോയത് ക്രിസ്മസ് ട്രീ ആണ്. ഇതിൻ്റെ മോൾ ഓഫ് ഏഷ്യൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവർ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മോൾ ഓഫ് ഏഷ്യയിലെ കുറച്ച് വ്യൂസൊക്കെ കാണാം.
അപ്പോൾ ഇത്രയാണ് മോൾ ഓഫ് ഏഷ്യയിലെ കാഴ്ചകൾ. നമ്മളെല്ലാ ഫ്ലോറും കയറി ഇറങ്ങി അതിനുശേഷം പുറത്തേക്ക് വന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല ഒരു അടിപൊളി ബിരിയാണിയും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.